പുതിയ പുതിയ കോണ്ടന്റുകളാണ് അല്ലെ. എന്താ പുതിയ കോണ്ടന്റുകൾ? സമ്പത്ത് 5 ടൈപ്പിലുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ വെൽത്ത്, 2 മെന്റൽ വെൽത്ത്, 3 ഫിസിക്കൽ വെൽത്ത്, 4 സോഷ്യൽ വെൽത്ത്, 5 ടൈം വെൽത്ത് അല്ലെ. ഈ 5 വെൽത്തുകൾ ഉണ്ട്. ഇതെന്താ? കോണ്ടന്റ്. ഇത് നിങ്ങൾ കേട്ടു. പക്ഷേ ഇത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വേണം. ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ്. വാട്ട് ഈസ് കോണ്ടെക്സ്റ്റ്? നിങ്ങളുടെ കണ്ടെയ്നർ, നിങ്ങളുടെ പാത്രം. ഇത് സ്വീകരിക്കുന്ന പാത്രം നിങ്ങൾക്കുണ്ടോ? പിന്നെ കേട്ടു, പക്ഷെ കേട്ടാലും എന്തില്ല, അയാൾ എന്തൊക്കെയോ പറഞ്ഞു അല്ലെ. അപ്പൊ എന്ത് വേണം? ഇത് സ്വീകരിക്കാനുള്ള പാത്രം. ഈ സാധനത്തിന് പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെന്ന് എന്ത് വേണം? കോണ്ടെക്സ്റ്റിനെ വലുതാക്കണം. അതിനാണ് നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ തുള്ളുന്നത്. എന്തിനാ? പാത്രം വലുതാക്കണതാണ്. ഈ പാത്രം വലുതാക്കിയാൽ മാത്രം എന്ത് വെച്ചുള്ളൂ? ഇന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ, നമ്മുടെ പാത്രത്തിലേക്ക് കയറുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും കുഴപ്പമെന്താണെന്നറിയോ? ചെറുപ്പത്തിലെ മുതൽ കേട്ട കുറെ കാര്യങ്ങൾ ഈ പാത്രത്തിലുണ്ട് അല്ലേ. ചെറുപ്പത്തിലെ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ. പണം ഉണ്ടാക്കുന്നത് നേരായ വഴിയിലൂടെ വേണം, പണം ഉണ്ടാക്കുന്നതല്ല കള്ളന്മാരാണ്, കോടീശ്വരന്മാരല്ല കൊള്ളക്കാരാണ് എന്ന തെറ്റായ ധാരണ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. ഇത് കെട്ടിക്കിടന്ന് അവിഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് 2 കോടി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഇപ്പോ നമ്മുടെ ബ്രെയിനിലുള്ള ഈ കപ്പിന് എന്ത് ചെയ്യണം? എംപ്റ്റി ഒന്ന് ശൂന്യാക്കണം അല്ലെ. കമ്മിറ്റി കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾ കേട്ട് ഇടിക്കും 2 കോടി രൂപ നേടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെനിക്ക് കൂടിയേ തീരും, അതെനിക്ക് കിട്ടിയേ തീരും. 2 കോടി ഞാനിങ്ങ് എടുക്കുക അല്ലെ എന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിന് അല്ലെ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ബാക്കിയുള്ള വെള്ളം യൂറിനായിട്ട് പുറത്തു പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് സമയം യൂറിൻ പാസ് ചെയ്യുന്നില്ല. വൈകുന്നേരം യൂറിൻ പാസ് ചെയ്യുന്ന സംഭവം ഒരു ബാഡ് സ്മെല്ല, കെട്ടിക്കെടുത്തിട്ട് ഒരു ബാഡ് സ്മെല്ല്. ഇതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും ബ്രെയിനിൽ എന്താ കെട്ടിക്കെടുക്കുന്ന യൂറിൻ പോലെ പഴകിയ കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. ക്ലിയർ? ഇത് കേട്ടാല് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. എന്താ കാരണം? അല്ലേ? ആ പഴയ യൂറിൻ പോലെ തന്നെ കെട്ടിക്കെടുക്കുന്ന വൃത്തിഹീനമായിട്ടുള്ള ദുർഗന്ധമുള്ള എന്തൊക്കെയോ എവിടെയുണ്ട്? നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ എന്ത് ചെയ്യണം? കോണ്ടെക്സ്റ്റിനെ വലുതാക്കിയേ പറ്റും അല്ലെ. ഇവിടെ ഇന്ന് നമ്മൾ 300 പേര് ഇവിടെ ഉണ്ട്. ഈ 300 പേരിൽ എന്താ പറയുന്നത്? 150 ആള് എന്ത് വന്നാലും 2 കോടി പിടിച്ചു. 150 പേര് 2 കോടി ഇരിക്കുന്നതിൽ പിടിച്ചു. അത് ഷുവർ. പക്ഷേ ആരെങ്കിലും വിൻ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന സെയിം സബ്ജക്റ്റാണ്. പക്ഷെ എന്തുകൊണ്ട് 150-200 ആൾ വിൻ ചെയ്യും? ആ പഠിക്കുന്ന ആളുടെ കോണ്ടെക്സ്റ്റ് വലുതാണ്. അപ്പൊ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം കുടിച്ചിട്ട് ഇത് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരാ. എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്ത് കളയണം. ദാറ്റ് മീൻസ് പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിച്ച് കാണിക്കണം. പഠിച്ചാൽ മാത്രം പോരാ. ഇത് പഠിച്ച് സംഭവം അറിയും. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പഴകും. അപ്പൊ എന്ത് ചെയ്യണം? ഇത് പ്രവർത്തിച്ച് അല്ലെ, യൂറിൻ പാസ് ചെയ്ത് പുറത്ത് പോണ പോലെ തന്നെ ഇത് പ്രവർത്തിച്ച് കാണിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. റൈറ്റ്? ക്ലിയർ? വാട്ട് ഈസ് കോണ്ടന്റ്? വാട്ട് ഈസ് കോണ്ടെക്സ്റ്റ്? ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് കോണ്ടന്റ്? നമ്മൾ എന്ത് കേൾക്കുന്നു പഠിക്കുന്നു, ദാറ്റ് ഈസ് കോണ്ടന്റ്. നമ്മൾ സ്വീകരിക്കുന്ന പാത്രം കോണ്ടെക്സ്റ്റ്. ഇനി ലോട്ടറി അടിച്ച ആളുകൾ 2 കോടിയും 5 കോടിയും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇവർക്കിത് അധിക സമയം ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും അവർ പഴയ രൂപത്തിലേക്ക് മാറും. കാരണം എന്താ? അവരെ കയ്യില് ഈ 2 കോടി ഇട്ട് വെക്കാനുള്ള പാത്രമില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്താ ഒരു 15,000 രൂപ ജോലിക്ക് പോണ ഒരാൾക്ക് ലോട്ടറി അടിച്ച് 2 കോടി, ഇവന്റെ പാത്രം എത്രയേ ഉള്ളൂ? ഈ 15,000 രൂപ വെച്ചിട്ട് മാക്സിമം ഒരു 50 ലക്ഷം സേവ് ചെയ്യേണ്ട പാത്രം ഉള്ളൂ.